സർ, ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചതെല്ലാം തുർക്കി നൽകിയ ഡ്രോണുകളാണ്. പാകിസ്ഥാന് തുർക്കിയുടെ പിന്തുണ എന്തുകൊണ്ടാണ്? അതിന് എൻ്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാനും തുർക്കിയും ഇപ്പോൾ ലോകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങളാണ്. തുർക്കിയിലെ ഇപ്പോഴത്തെ ഭരണാധികാരി എർഡോഗാൻ അതിനെ കൂടുതൽ ഇസ്ലാമവൽക്കരിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ചും സൗദി അറേബ്യയും ടർക്കിയും തമ്മിൽ ആരാണ് ലോകത്തിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ തലവൻ, നേതാവ് എന്ന രാജ്യത്തിലൊരു തർക്കമുണ്ട്. ആ തർക്കത്തിൽ ടർക്കി പാകിസ്ഥാനെ കൂടെ ചേർത്തി, ആണവശക്തിയായ പാകിസ്ഥാനെ കൂടെ ചേർത്തി അവർക്ക് വേണ്ടുന്ന ഘട്ടങ്ങളിലെല്ലാം പാകിസ്ഥാൻ്റെ കാശ്മീർ സംബന്ധമായ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഐക്യരാഷ്ട്രസഭയിലും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള പിന്തുണ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രകടമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇസ്ലാമിക രാജ്യം എന്നുള്ളൊരു പരിഗണന, അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുവാൻ ടർക്കി നടത്തുന്ന ശ്രമം ഒരു കാരണമാണ്. മറ്റൊന്ന്, ഇന്ത്യയും സൗദി അറേബ്യയും UAEയും മറ്റ് അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നല്ല വ്യാപാര ബന്ധവും ഒക്കെ ഉണ്ട്. ആ ബന്ധങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് അവർ പല കാര്യങ്ങളിലും പൂർണ്ണമായും പാകിസ്ഥാന് അങ്ങനെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അവർക്ക് ഇന്ത്യയുമായിട്ടാണ് കൂടുതൽ വാണിജ്യ വ്യാപാര ജനങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരം മുതലെടുത്ത് ടർക്കിക്ക് ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ ഗുഡ്വിൽ കക്ഷിയായി മാറുന്നതിനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് പരിവരെ വിജയിക്കുന്നുമുണ്ട്. ഇപ്പം നമ്മൾ ടർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പരിശോധിച്ചാൽ അവർ തമ്മിൽ വളരെയധികം സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ കപ്പൽപ്പട തമ്മിൽ വലിയ സഹകരണങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ ഡ്രോണുകൾ വലിയ രീതിയിൽ ഈ യുദ്ധപ്രഖ്യാപനവും സംഘർഷം ഉണ്ടായതിന് ശേഷം അവിടുന്ന് ഒരു വലിയ എയർക്രാഫ്റ്റിൽ ഡ്രോണുകൾ വലിയ രീതിയിൽ പാകിസ്ഥാനിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിച്ചു കൊടുത്തു ടർക്കി എന്നതുമൊക്കെ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ടർക്കി പാകിസ്ഥാനെ കൈയഴിച്ച് സഹായിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ ഈ കാര്യത്തിൽ ഒരു പാശ്ചാത്യ വിരുദ്ധതയും ഉണ്ട്, ഒരു ചൈന ഐക്യവുമുണ്ട്. ചൈനയും ടർക്കിയും തമ്മിൽ ഈ കാര്യത്തിൽ വലിയൊരു സഹകരണമുണ്ട്, പാകിസ്ഥാനുമുണ്ട്. അപ്പോൾ ഒരു ട്രൈലാറ്ററൽ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് കൂടി ടർക്കി പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നുവെന്ന് വേണം നമ്മൾ കരുതുവാൻ. സർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയുടെ ഒരു നിഷ്പക്ഷ നിലപാടാണോ പാകിസ്ഥാന് പിന്തുണ യഥാർത്ഥത്തിൽ അവർ കൊടുക്കുന്നുണ്ടോ? ചൈനയ്ക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെക്കാൾ വലുതാണ്, തന്ത്രപ്രാധാന്യമുള്ളതാണ്. എല്ലാവരും അയൽക്കാരാണെന്ന് പറഞ്ഞത് ഒരു പുറമോടിയുടെ പ്രസ്താവന മാത്രമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത് ചൈനയാണ്. പാകിസ്ഥാൻ്റെ ആയുധങ്ങളുടെ 80% ഇപ്പോൾ ചൈനയിൽ നിന്നാണ് വരുന്നത്. പാകിസ്ഥാൻ്റെ സാമ്പത്തികമായ നിലനിൽപ്പും അടിസ്ഥാന സൗകര്യ വികസനവും എല്ലാം ചൈന പാക് ഇക്കണോമിക് കൊറിഡോർ എന്ന് പറയുന്ന ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വികസന പ്രക്രിയകൾ കാര്യങ്ങളും എല്ലാം ചൈന കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. അവർ തമ്മിൽ എല്ലാ കാലാവസ്ഥകളെയും എല്ലാ സീസണുകൾക്കും അതീതമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അവർ പറയുന്നത് ചൈന പാകിസ്ഥാൻ ബന്ധം സമുദ്രത്തേക്കാൾ ആഴവും പർവ്വത നിരകളേക്കാൾ ഉയർച്ചയും തേനിനേക്കാൾ മാധുര്യമൊക്കെയുള്ള ബന്ധമെന്നാണ് അവർ പറയുന്നത്. ഈ സംഘർഷം ഉണ്ടായതിനു ശേഷം തന്നെ ഉന്നത തലത്തിൽ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും നേതാക്കന്മാർ, വിദേശകാര്യമന്ത്രിമാരും അല്ലാതെയും ഒക്കെ വലിയധികം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടുപേരെയും ഒരുപോലെയാണ് കാണുന്നതെന്ന് പറയുന്നത് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നടത്തുന്ന ഒരു സാധാരണ പ്രസ്താവന ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആവശ്യമുള്ള ആയുധങ്ങൾ ചൈന എത്തിച്ചു കൊടുക്കും. നേരിട്ട് യുദ്ധത്തിൽ ഇടപെടാനുള്ള സാഹചര്യം ഇല്ല. എന്നാൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലൂടെയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കൊറിഡോർ സാമ്പത്തിക ഇടനാഴി കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ചൈനയുടെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ചൈന കുറച്ചും കൂടെ പ്രകടമായിട്ടുള്ളൊരു നിലപാടെടുക്കും. എനിക്ക് തോന്നുന്നത് ഇത് വൻശക്തികൾ തമ്മിൽ, ചൈനയും അമേരിക്കയും തമ്മിൽ കൂടി സംസാരിച്ചതിന് ശേഷം എടുത്തൊരു നിലപാടായിരിക്കും. കാരണം അമേരിക്കയും ഇവർ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണെന്നും ഞങ്ങൾക്ക് ഒരേ സൗഹൃദമാണെന്നുള്ളൊരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ. ഇന്ത്യയുമായി കൂടുതൽ അടുത്ത ബന്ധമുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അത് അമേരിക്ക എങ്ങനെയാണെന്ന് കരുതുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ വഷളാകാതിരിക്കുവാൻ വൻശക്തികൾ തമ്മിൽ കൂടി സംസാരങ്ങളുണ്ടാകും. അവർ തമ്മിൽ ടാരിഫ് വാറൊക്കെ നടക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭാഷണത്തിൻ്റെ കൂടെ ഭാഗമായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം, ഒരു നിലപാട് ചൈന എടുത്തിട്ടുള്ളത് എന്ന് വേണം കരുതുവാൻ. സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും? സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഈ അടുത്ത കാലത്തായി എടുക്കുന്ന നിലപാട് പലപ്പോഴും അവരൊരു സംഘർഷത്തിൽ ആരുടെയും പക്ഷം പിടിക്കാതുള്ള നിലപാടാണ്. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിൽ പോലും
അവരങ്ങനെ ഇസ്രായേലിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാടുകൾ എടുത്തിരിക്കുന്നത്. ആ രാജ്യങ്ങൾ പല കരാറുകളിലൂടെയും മറ്റുമൊക്കെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി തങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ കേവലം ഒരു ഓയിൽ ഇക്കോണമിയിൽ നിന്ന് മാറിയിട്ട് പല രീതിയിലുള്ള ദുബൈയും ഒക്കെ വളർന്നു വന്നതുപോലെയുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു സാമ്പത്തിക അടിത്തറയിലേക്ക് മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയമാണ്. അങ്ങനെ ശ്രമിക്കുന്നത് കൊണ്ട് അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ പ്രാധാന്യമുള്ളതാണ്. പാകിസ്ഥാൻ അത്തരത്തിലുള്ള സാമ്പത്തിക ബന്ധത്തിൻ്റെ പ്രസക്തി വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ അപേക്ഷിച്ച് അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, വളർച്ചയ്ക്കുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ എത്രയോ ലക്ഷം ആൾക്കാരാണ് സൗദി അറേബ്യയിലും UAE-യിലും ഖത്തറിലും കുവൈറ്റിലുമൊക്കെ ജോലി ചെയ്യുകയും അവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെയും അതുപോലെ അവിടുത്തെ മെഡിക്കൽ സംവിധാനത്തിൻ്റെയൊക്കെ ഭാഗമായി എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. അപ്പം ഈ രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യക്ക് നല്ലൊരു ബന്ധമുണ്ട്. അവർ ഈ പ്രശ്നത്തെ സാധാരണഗതിയിൽ ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനു മുമ്പുണ്ടായ ബാലാക്കോട്ട് പ്രശ്നമായിട്ടൊക്കെ ബന്ധപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും ഇടപെടാൻ ശ്രമിച്ചത് സൗദി അറേബ്യയാണ്. ഇപ്പോഴും സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിലുള്ള ഒരു ശ്രമം നടക്കുന്നുവെന്നാണ് ചില വാർത്തകൾ പറയുന്നത്. അതിൻ്റെ ബന്ധപ്പെട്ട ചില ആൾക്കാരൊക്കെ ഡൽഹിയിലുണ്ട് എന്നും പറയുന്നു. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങൾ ഒരു നിഷ്പക്ഷ നിലപാടെടുത്താൽ മാത്രമേ ഈ പ്രശ്നത്തിലൊരു പരിഹാരമുണ്ടാകുകയുള്ളൂ. ഈ പ്രശ്നത്തിൽ ആരുടെയും പക്ഷം പിടിച്ചു എന്നുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടാവാതിരിക്കുകയുള്ളൂ. അതിനേക്കാൾ ഉപരിയായി അവർക്ക് ഏറ്റവും നല്ലത് അതാണ്. അവരുടെ സാമ്പത്തിക ഇവരും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെ നശിപ്പിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. അതുകൊണ്ടാണ് ആ രാജ്യങ്ങൾ ഒരു നിഷ്പക്ഷ നിലപാടാണ് നിലവിലെടുത്തിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. സർ, ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടു. US സ്റ്റേറ്റ് സെക്രട്ടറി ഇരു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടു. ഈ ഇടപെടൽ സത്യത്തിൽ ഗുണകരമാകും? നമ്മൾ സാധാരണ അമേരിക്കയെ കാണുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളി എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥത്തിൽ ഈ പങ്കാളിത്തത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല. എന്താണ് ട്രംപ് പറഞ്ഞത് ഈ യുദ്ധം, ഈ സംഘർഷം തുടങ്ങിയപ്പോൾ? ഈ നാണം കെട്ട പരിപാടി നിർത്തിക്കൂടെ? എന്തിനാണ് ഇവർ എത്രയോ കാലമായി കിടന്ന് യുദ്ധം ചെയ്യുന്നതെന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള വളരെ തുറന്ന ഒരു ചോദ്യമാണെങ്കിൽ ചോദിച്ചത്. നാണം കെട്ട ഇടപാടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു രാഷ്ട്ര നേതൃത്വം പറയുന്നുവെങ്കിൽ അവർ നമ്മൾ തമ്മിലുള്ള തന്ത്രപരമായ പ്രാധാന്യത്തിൽ നമ്മൾ വലിയൊരു പ്രശ്നം നേരിടുമ്പോൾ ആ ബന്ധത്തെ എങ്ങനെയാണ് നമ്മൾ നിർവചിക്കേണ്ടത്? അമേരിക്കയ്ക്കാണ് ലോകത്താരേക്കാൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഇവിടെ തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്നതിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന്. അത് അവർക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ പങ്കുള്ള രാജ്യത്തെ നമ്മൾ തീവ്രവാദ ആക്രമണം പ്രതിരോധിക്കാനായിട്ട് അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഒരു അക്രമം നടത്തിയപ്പോൾ നമുക്ക് പരസ്യമായി പിന്തുണയായിട്ട് വന്നാലല്ലേ അവർ നമ്മുടെ തന്ത്രപരമായിട്ടുള്ളൊരു പങ്കാളിയാണ് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ട്രംപ് മാത്രമല്ല, അവിടുത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസും ഫോറിൻ മിനിസ്റ്റർ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒക്കെ പറഞ്ഞത് അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്, അത് അവർ പരസ്പരം സഹകരിച്ച് തീർക്കണം, അല്ലെങ്കിൽ ഡീഎസ്കലേറ്റ് ചെയ്യരുത്, സംഘർഷം മൂർച്ഛിക്കരുത്, അത് പരിഹരിക്കാൻ ശ്രമിക്കണം, ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കുവാനോ ഇടപെടാനോ താല്പര്യമില്ല, അത് ഞങ്ങളുടെ പരിധിക്ക് അപ്പുറത്താണ് എന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് അവർ നടത്തിയത്. അതിൻ്റെ കാരണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ അമേരിക്കയുമായിട്ടുള്ള ബന്ധമൊക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ ബന്ധത്തിലൊന്നും വലിയ പ്രസക്തിയില്ല. നമുക്ക് അടിസ്ഥാനപരമായ ശേഷിയുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ മറികടക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ മാർഗം. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സുഹൃത്തുക്കളാണെന്നും പറഞ്ഞ് നമ്മൾ യാത്ര അവിടെ പരസ്പരം സന്ദർശിക്കുമ്പോഴുള്ള കെട്ടിപ്പിടുത്തങ്ങൾക്കും കൈ കൊടുക്കലുകൾക്കുമൊക്കെയുള്ള ഒരു പരിധിയും ആണ് ഇതിൽ കാണുന്നത്. രണ്ടുപേരും ഞങ്ങളുടെ സുഹൃത്തുക്കളാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പം മാത്രമല്ല, അതിന് അവർ ലോക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളും റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ല ഇന്ത്യ എടുത്തത്. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങളും ഒക്കെ ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ട്രംപിൻ്റെ ആർക്കും പ്രവചിക്കാൻ പറ്റാത്തതായ നയങ്ങളും ഈ ടാരിഫ് വാറും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളായിരിക്കാം. പക്ഷേ അവർ എടുത്തിരിക്കുന്നത് തീർത്തും നിഷ്പക്ഷവും എന്ന് പറഞ്ഞാൽ ആർക്കും ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വലിയ പങ്കൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കുന്നുള്ളൊരു സമീപനമാണ് പരസ്യമായിട്ട് എടുത്തിട്ടുള്ളത്. രഹസ്യമായി അവർ ഇതിനൊക്കെ മീഡിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ഈ നിലപാടിനെ ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്. റഷ്യയുടെ നിലപാടുകൾ ഇന്ത്യക്ക് ഗുണകരമാകും? റഷ്യയുടെ നിലപാടുകൾ, റഷ്യ നടത്തിയിരിക്കുന്ന നിലപാടുകൾ തീവ്രവാദ ആക്രമണത്തിൽ കുറച്ചും കൂടെ അമേരിക്കയേക്കാൾ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഒരു ഇന്ത്യ പിന്തുണ നിലപാടാണ് നടത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അവസരത്തിൽ പുടിൻ പറഞ്ഞത് ഇന്ത്യയോടൊപ്പം ഞങ്ങളുണ്ട് എന്നാണ്. മാത്രവുമല്ല, ഇന്ത്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ഇപ്പോഴും 60% റഷ്യയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു പിന്തുണ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്
നമുക്ക് പരമ്പരാഗതമായി എല്ലാ കാലങ്ങളിലും 71 നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റ് പ്രധാന പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ ഇന്ത്യക്ക് ഒരു പരമ്പരാഗത സുഹൃത്തെന്നുള്ള രീതിയിൽ അചഞ്ചലമായ പിന്തുണ നൽകിയിട്ടുള്ള രാജ്യമാണ് റഷ്യ. അപ്പോൾ അതുകൊണ്ട് ആ റഷ്യയുടെ പിന്തുണ കുറച്ചും കൂടെ പ്രകടമായി ഇന്ത്യക്ക് അനുകൂലമായി ഈ സാഹചര്യത്തിൽ റഷ്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുതന്നെ റഷ്യയും പാകിസ്ഥാനും തമ്മിൽ വളരെ കുറേയധികം കാര്യങ്ങളിൽ അവർ സംയുക്ത സൈനികാഭ്യാസം വരെ നടത്തിയിട്ടുണ്ട്, റഷ്യയും പാകിസ്ഥാനും. എന്നിരുന്നാലും ഈ കാര്യത്തിൽ ഇന്ത്യക്കാണ് അവർ പിന്തുണ നൽകിയിട്ടുള്ളത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഇന്ത്യക്ക് അനുകൂലമായിട്ടൊരു ഘടകമായി നമുക്ക് കാണാവുന്നതാണ്.